സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലെ കാവുകളിലും പുരാതന ക്ഷേത്രങ്ങളിലും ചെന്നാൽ ഒരു കാര്യമുണ്ട്. അവിടെ പ്രധാന പ്രതിഷ്ഠയ്ക്ക് പുറമെ ചുറ്റും ഒത്തിരി ഉപദേവന്മാരും കാവൽക്കാരും ഉണ്ടാകും. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ക്ഷേത്രങ്ങളുടെ പടിവാതിൽക്കൽ അല്ലെങ്കിൽ മതിൽക്കെട്ടിന് പുറത്ത് ഒരു രൂപമിരിക്കുന്നത്? വമ്പൻ മീശയൊക്കെ വെച്ച് കയ്യിൽ ആയുധവുമായി ഭയപ്പെടുത്തുന്ന രൂപം. ഇതാണ് ആരും പൂജിക്കാത്ത, എന്നാൽ ദൈവങ്ങൾക്ക് പോലും കാവൽ നിൽക്കുന്ന ആ ചാത്തൻ. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ അകത്ത് കയറ്റാത്തത് എന്ന് നിങ്ങൾക്കറിയാമോ? ശരിക്കും പറഞ്ഞാൽ ചാത്തൻ എന്നത് വെറും ഒരു ഭൂതമല്ല. പല ഐതിഹ്യങ്ങളിലും ചാത്തനെ ശിവപുത്രനായാണ് കണക്കാക്കുന്നത്. പക്ഷെ പ്രകൃതം കൊണ്ട് ഭയങ്കരനാണ്. പറയുന്ന ജോലി എന്ത് വിനാശകരമാണെങ്കിലും അത് ചെയ്തു തീർക്കുന്ന സ്വഭാവം. അതുകൊണ്ട് തന്നെ ചാത്തനെ പേടിക്കാത്തവരായി ആരുമില്ല. മന്ത്രവാദികൾ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി ചാത്തനെ കുടിയിരുത്താറുമുണ്ട്. എന്നാൽ ക്ഷേത്രങ്ങളിൽ എത്തുമ്പോൾ കഥ മാറും. അവിടെ ചാത്തൻ ഒരു കാവൽക്കാരനാണ്. ക്ഷേത്രത്തിന്റെ അകത്തെ പരിശുദ്ധി കാക്കാൻ പുറത്തു നിൽക്കുന്ന പോലീസുകാരനെ പോലെയാണ് ചാത്തന്റെ സ്ഥാനം. മറ്റുള്ള ദേവന്മാർക്ക് അഭിഷേകവും മലരും നിവേദ്യവും നൽകുമ്പോൾ ചാത്തന് എന്തുകൊണ്ടൊന്നുമില്ല? ഇതിനു പിന്നിൽ ഒരു കാരണമുണ്ട്. ചാത്തൻ ഉഗ്രമൂർത്തിയാണ്, അതായത് ഭയങ്കര ദേഷ്യമുള്ള പ്രകൃതം. ചാത്തനെ വിധി പ്രകാരം പൂജിക്കാൻ സാധാരണക്കാർക്ക് കഴിയില്ല. എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ ചാത്തന്റെ കോപം ആ വീടിനെയോ കുടുംബത്തെയോ ഇല്ലാതെയാക്കും എന്നാണ് വിശ്വാസം. പൂജിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഉപദ്രവിക്കരുത് എന്ന ചിന്തയിലാണ് ഭക്തർ ചാത്തനെ ദൂരെ നിന്ന് വണങ്ങുന്നത്. പണ്ടുകാലം തൊട്ടേ ആളുകൾ പറയും ചാത്തനെ പൂജിക്കുന്നത് കയ്യിൽ കനൽ കൊണ്ട് നടക്കുന്നത് പോലെയാണെന്ന്. ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്ത് വെയിലും മഴയും കൊണ്ടിരിക്കുന്ന ആ രൂപത്തിന് മുന്നിലൂടെ പോകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ഭയം തോന്നും. പക്ഷെ ഒന്ന് ഓർക്കുക, ഉള്ളിലെ ദൈവത്തെ കാണാൻ നമുക്ക് ധൈര്യം നൽകുന്നത് പുറത്ത് കാവൽ നിൽക്കുന്ന ഈ രൂപമാണ്. ആരും തിരിഞ്ഞു നോക്കാതെ, പൂജകളില്ലാതെ, മാലകളില്ലാതെ ഇന്നും ആ ചാത്തൻ അവിടെയുണ്ട്. ആ ചൈതന്യം നമ്മളെയും ആ ക്ഷേത്രത്തെയും സംരക്ഷിക്കുന്നു എന്ന ഉറപ്പിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്കുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. കാത്തിരിക്കൂ.